ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇടതുമുന്നണിയുമായി അടുക്കുന്നു എന്ന സൂചന നൽകി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ സർക്കാരിനൊപ്പമെന്ന് വ്യക്തമാക്കിയ സുകുമാരൻ നായർ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ദേവസ്വം മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഹിന്ദു വോട്ടുകൾ വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസിനെന്നും ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ NSS ജനറൽ സെക്രട്ടറി. ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിനിധിയെ അയച്ചാണ് NSS പിന്തുണ നൽകിയത്. ഇതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. LDF സർക്കാർ ആചാരം സംരക്ഷിക്കാൻ നടപടിയെടുക്കുകയാണ്. ശബരിമലയിലെ ആചാരം സംരക്ഷിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. സ്ത്രീ പ്രവേശന വിധിക്കെതിരെ NSS നാമജപ ഘോഷയാത്ര നടത്തി. കോൺഗ്രസും BJPയും അന്ന് വിട്ടുനിന്നു. വിശ്വാസികൾ കൂട്ടത്തോടെ വന്നപ്പോഴാണ് അവരും വന്നത്. LDF സർക്കാർ സ്ത്രീ പ്രവേശനം അനുവദിച്ചില്ല. BJP സർക്കാരും കോൺഗ്രസും ഒന്നും ചെയ്തില്ല. ശബരിമലയിലെ പ്രശ്നം പരിഹരിക്കുമെന്നും ആചാരങ്ങൾ സംരക്ഷിക്കുമെന്നും NSSന്റെ സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. അയ്യപ്പ സംഗമം പശ്ചാത്താപം തീർത്തതല്ല, തെറ്റുതിരുത്തുമ്പോൾ അങ്ങനെ കാണരുതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. BJPയും കോൺഗ്രസും സംഗമം ബഹിഷ്കരിച്ചത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ്. കോൺഗ്രസിന് ഹിന്ദു വോട്ടുകൾ വേണ്ടെന്നും ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമേ ആവശ്യമുള്ളൂവെന്നും സുകുമാരൻ നായർ വിമർശിച്ചു. 24 കോട്ടയം. മുഖ്യമന്ത്രി ഭക്തനെന്ന് ആവർത്തിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പിണറായി ഭക്തനല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനായി പലതും ചെയ്യുന്നു. ദേവസ്വം ബോർഡ് നൽകിയ അയ്യപ്പ വിഗ്രഹം മുഖ്യമന്ത്രി സന്തോഷത്തോടെ സ്വീകരിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ. ഞങ്ങളെല്ലാം പ്രസംഗിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തന്നതാര്? സാക്ഷാൽ അയ്യപ്പനാണ് തന്നത്. പിണറായിയുടെ സ്വഭാവത്തിന് അറിയാമല്ലോ. ഇഷ്ടപ്പെടാതെ കൊടുത്തെങ്കിൽ പുള്ളി അങ്ങോട്ട് കൊടുത്തതെന്ന് പറഞ്ഞ സ്വഭാവക്കാരനാണ്. ആ അയ്യപ്പനെ കണ്ട് കൈ നീട്ടി സ്വീകരിച്ച് നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം അയ്യപ്പനോട് ഭക്തിയോ വിഭക്തിയോ എന്ന് നിങ്ങൾ കണക്കാക്കി വെച്ചാൽ മതി. അതുകൊണ്ട് ഭക്തനല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കില്ല. ആഗോള അയ്യപ്പ സംഗമത്തിന് ആളുണ്ടായില്ല എന്നത് അനാവശ്യ വിവാദമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം ആളുകളില്ലാതെ പോയത് സംഘാടക വീഴ്ചയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉന്നമനത്തിനായി ആയിരുന്നു ആഗോള അയ്യപ്പ സംഗമമെന്നും വെള്ളാപ്പള്ളി നടേശൻ. ആ ഹാള് മുഴുവൻ നിറയെ ആളുണ്ടായിരുന്നു. ശുഷ്കമായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഞാനതിനൊന്നും മറുപടി പറയുന്നില്ല. വേദി കയറിയുടെ വേദിയുടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുറേ അധികം ആളുകൾ സീറ്റ് കിട്ടാൻ നിൽപ്പുണ്ടാകും. പിന്നെ കാണാത്ത ദൂരത്തിലുള്ള ഭയങ്കര നീളത്തിലുള്ള പന്തൽ. പക്ഷെ അദ്ദേഹം പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ ആളുകൾ ഒന്നിറങ്ങി. അവർ ആ അറേഞ്ച്മെൻറ്റിൽ അവർക്കൊരു തകരാറ് പറ്റി എന്നുള്ളത് നേര് തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം ചരിത്ര വിജയമാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സംഗമത്തിൽ ഉയർന്നു വന്നു. നിർദ്ദേശങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ സമയബന്ധിതമായി നടപ്പിലാക്കും. ശബരിമല ഉയർത്തിപ്പിടിക്കുന്ന മതമൈത്രിയുടെയും സാഹോദര്യത്തിന്റെയും ഉദാത്ത മാതൃകയായിരുന്നു ആഗോള അയ്യപ്പ സംഗമമെന്നും ദേവസ്വം ബോർഡ് യോഗം വിലയിരുത്തി. ശബരിമലയുടെ പേരിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവരെ ജനങ്ങൾ ഒറ്റപ്പെടുത്തിയെന്നതാണ് സംഗമത്തിന്റെ വിജയം സൂചിപ്പിക്കുന്നതെന്നും പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് അജിത് കുമാർ, അഡ്വക്കേറ്റ് PD സന്തോഷ് കുമാർ എന്നിവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പന്തളത്ത് സംഘപരിവാർ സംഘടനകൾ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്നാരോപിച്ച് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷനെതിരെ പരാതിയുമായി പന്തളം രാജകുടുംബാംഗം. ശാന്താനന്ദ മഹർഷിക്കെതിരെ പരാതി നൽകിയത് CPM പന്തളം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ പ്രദീപ് വർമ്മയാണ്. പ്രസംഗത്തിനെതിരെ കോൺഗ്രസും DYFIയും പരാതി നൽകിയിട്ടുണ്ട്. വാവരുമായി ബന്ധപ്പെട്ട വിദ്വേഷ പ്രസംഗത്തിലാണ് ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിക്കെതിരെ പരാതി. മതസ്പർദ്ധയുണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. ശാന്താനന്ദയുടെ വാക്കുകൾ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്നും പന്തളം കുടുംബാംഗം പ്രദീപ് വർമ്മ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അയ്യപ്പന്റെ സന്തോഷകാരിയായിട്ടിരുന്ന വാവര് അദ്ദേഹത്തിനെതിരെ ഇവിടെ അയ്യപ്പ സംഗമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായിട്ട് മതസ്പർശ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോക്കാമ്പിച്ചിയെ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഈ പരാതി കൊടുത്തത്. DYFI പന്തളം ബ്ലോക്ക് കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ശ്രീരാമദാസ മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദ മഹർഷിക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തണമെന്ന് കോൺഗ്രസ് മാധ്യമ വക്താവ് അഡ്വക്കേറ്റ് അനൂപ് VR പന്തളം പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു.
പരാതികളിൽ നിലവിൽ പോലീസ് കേസെടുത്തിട്ടില്ല. 24 പത്തനംതിട്ട. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന് UN പൊതുസഭയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പലസ്തീനെ അംഗീകരിച്ചാൽ ഹമാസിന് പ്രോത്സാഹനമാകും. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് പണം നൽകുന്നത് ഇന്ത്യയും ചൈനയുമാണെന്നും വിമർശനം. ഇന്ത്യ പാക് സംഘർഷം അടക്കം 7 യുദ്ധങ്ങൾ താൻ ഇടപെട്ട് അവസാനിപ്പിച്ചുവെന്നും ട്രംപ് പറഞ്ഞു. As everyone knows, I have also been deeply engaged in seeking a ceasefire in Gaza. Have to get that done. Have to get it done. Unfortunately, Hamas has repeatedly rejected reasonable offers to make peace. We can't forget October 7th, can we? Including October 7th, even while they refused to release the hostages or accept a ceasefire. Instead of giving to Hamas and giving so much, because they've taken so much, they have taken so much. This could have been solved so long ago. But instead of giving in to Hamas's ransom demands, those who want peace should be united with one message: release the hostages now. Just release the hostages now. ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് നിന്ന് തത്സമയ വിവരങ്ങളുമായി 24 പ്രതിനിധി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച എനിക്ക് ഐക്യരാഷ്ട്രസഭയുടെ നന്ദി വാക്കുകൾ കിട്ടിയില്ല. എന്താണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ആരും എൻ്റെ പേര് പറയുന്നില്ല. ഇങ്ങനെ ഏതാണ്ട് പരിഭവങ്ങൾ നിറഞ്ഞതാണ് ട്രംപിൻ്റെ പ്രസംഗം. ഈ പതിവ് പല്ലവികൾ, നേരത്തെ ഞാൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, ഇന്ത്യയും ചൈനയുമാണ് റഷ്യയ്ക്ക് പണം നൽകുന്നത്, യുദ്ധത്തിൽ ഈ പതിവ് പല്ലവികളും പരിഭവങ്ങളും മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗത്തിലും കേൾക്കുന്നത്, അല്ലേ? വിജയകുമാർ, 7 യുദ്ധങ്ങളുടെ കാര്യം ഡൊണാൾഡ് ട്രംപ് പറയുമ്പോൾ അദ്ദേഹത്തിനോട് ചേർന്ന് നിന്ന 7 രാജ്യങ്ങൾ ഇന്നലെയും ഇന്നുമായിട്ട് പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ഡിമാൻഡിൽ ഉറച്ചു നിന്നത് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഇറാൻ പ്രസിഡന്റും ബ്രസീൽ പ്രസിഡന്റും ഒക്കെ ഇരിക്കുന്ന വേദിയിലാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഐക്യരാഷ്ട്ര സഭയോടുള്ള തന്റെ ഒരു നീരസവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസംഗം തന്നെ തുടങ്ങിയത്. അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആയിരുന്നപ്പോൾ $500 മില്യൺ ഇതൊരു മനോഹര കെട്ടിടമാക്കി മാറ്റാം എന്നുള്ള ഒരു ഓഫർ കൊടുത്തതാണ്. പക്ഷേ ഐക്യരാഷ്ട്ര സഭ അത് നിരസിച്ചു. അതുകൊണ്ട് തന്നെ ഒരു താഴ്ന്ന മുഖമുള്ള ഒരു കെട്ടിടമാണ് പണിതു വെച്ചിരിക്കുന്നത് എന്ന് കളിയാക്കിക്കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിയത്. പാലസ്തീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഡൊണാൾഡ് ട്രംപ് തീർത്തു പറഞ്ഞിരിക്കുന്നത് ഹമാസ് നടത്തിയ ക്രൂരതകളും പ്രത്യേകിച്ച് ഒക്ടോബർ 7 നടത്തിയ ക്രൂരതകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ പാലസ്തീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവർക്ക് കയ്യിൽ വെച്ച് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. ഹമാസ് അത് അർഹിക്കുന്നില്ല. ഹമാസ് എത്രയും വേഗം മോചനദ്രവ്യം തുടർച്ചയായിട്ട് ആവശ്യപ്പെടുന്നതിന് പകരം ബന്ദികളെ വിട്ടുകൊടുക്കണം. 20 ബന്ദികൾ ജീവനോടുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതുകൊണ്ട് ആ 20 പേരെ വിട്ടുകൊടുക്കണം. മരിച്ചവരുടെ മൃതദേഹവും വിട്ടുകൊടുക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ഐക്യം വേണം എന്ന് പറയുന്ന രാജ്യങ്ങൾ ആദ്യം ഈ ബന്ദികളെ വിട്ടുകിട്ടുവാനുള്ള കാര്യത്തിലാണ് ഐക്യപ്പെടേണ്ടത് എന്നാണ് ട്രംപ് ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ അദ്ദേഹം പറയുന്നത് ജൈവായുധങ്ങളും ആണവായുധങ്ങളും ലോകത്ത് വികസിപ്പിക്കുന്നത് നിരോധിക്കണം. ജൈവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയുവാനുള്ള ഒരു ആഗോളതലത്തിൽ അതിനെ നയിക്കുവാൻ താൻ റെഡിയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം താനാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നുള്ള അവകാശവാദം ട്രംപ് ഉയർത്തിയിട്ടുണ്ട്. അത് ആ 7 യുദ്ധങ്ങളുടെ കൂട്ടത്തിലായിരുന്നു. ഇത് കൂടാതെ ഇന്ത്യയും ചൈനയും പതുപോലെ ആക്രമിക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ച് അവർക്ക് യുദ്ധത്തിനുള്ള പണം നൽകുന്നത് ഈ 2 രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും. നേറ്റോ രാജ്യങ്ങൾ ഊർജ്ജ ആവശ്യങ്ങൾക്ക് റഷ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം. കാരണം ആ പണവും റഷ്യ ഈ യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. അതുകൂടാതെ ഈ രാജ്യങ്ങൾ ഉപരോധം റഷ്യക്കെതിരെ ഏർപ്പെടുത്തണമെന്നും ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. ഈ പ്രസംഗമെല്ലാം കേട്ടുകൊണ്ട് സെലൻസ്കി വളരെ നേരത്തെ തന്നെ ഐക്യരാഷ്ട്ര സഭയിൽ ഉണ്ടായിരുന്നു. അതേസമയം ഇസ്രയേലിന്റെ കസേരകൾ ഒഴിഞ്ഞായിരുന്നു കിടന്നത്. വിജയകുമാർ, യെസ്, വളരെ കൗതുകമുള്ള പരാമർശങ്ങളാണ് എന്താണ് UN-ൽ നടത്തിയ പ്രസംഗത്തിൽ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. ആ പ്രസംഗത്തിൽ ഇന്ത്യക്ക് വിമർശനമുണ്ട്, ചൈനയ്ക്ക് വിമർശനമുണ്ട്, റഷ്യയ്ക്ക് വിമർശനമുണ്ട്. ട്രംപിനെ നോബൽ പുരസ്കാരത്തിന് ആരും ശുപാർശ ചെയ്യുന്നില്ല എന്ന അദ്ദേഹത്തിൻ്റെ പരിഭവമുണ്ട്. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തന്നോട് UN നന്ദി വാക്ക് പറയുന്നില്ല എന്ന പരിഭവമുണ്ട്. അങ്ങനെ നീളുകയാണ് ട്രംപിൻ്റെ UN-ലെ പ്രസംഗത്തിൻ്റെ അതിലെ പരാമർശങ്ങൾ. മധു കൊട്ടാരക്കരയാണ് ന്യൂയോർക്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
ഹമാസിനെ ഒഴിവാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുമെന്ന് പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ്. UN ജനറൽ അസംബ്ലിയിലാണ് പലസ്തീൻ പ്രസിഡന്റ് ഹമാസിനെ തള്ളിപ്പറഞ്ഞത്. ഇസ്രായേലിനെയും അമേരിക്കയെയും വെല്ലുവിളിച്ച് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച് കൂടുതൽ ലോകരാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട്. Au Proche-Orient, pour la paix entre le peuple israélien et le peuple palestinien, je déclare que la France reconnaît aujourd'hui l'État de Palestine. ഫ്രാൻസിന്റെയും സൗദി അറേബ്യയുടെയും അധ്യക്ഷതയിൽ ചേർന്ന ഉച്ചകോടിയിലാണ് നിർണായക പ്രഖ്യാപനം. ഓസ്ട്രേലിയ, പോർച്ചുഗൽ, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് പലസ്തീനെ രാഷ്ട്രമായി ഫ്രാൻസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സമാധാനവും സുരക്ഷയും കൈകോർത്ത് നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളായി ഇസ്രയേലും പലസ്തീനും മാറണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണി ഉയർത്തുന്നതായി സൗദി അറേബ്യ തുറന്നടിച്ചു. ലോകരാജ്യങ്ങളുടെ നിലപാടിനെ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് സ്വാഗതം ചെയ്തു. നേരിട്ടെത്താൻ അമേരിക്ക അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഓൺലൈനായാണ് മഹ്മൂദ് അബ്ബാസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. 150-ലേറെ രാജ്യങ്ങളാണ് ഇതിനകം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത്. പലസ്തീന്റെ രാഷ്ട്രപദവി അവകാശമാണ്, പ്രതിഫലമല്ലെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. US-ഉം ഇസ്രായേലും പൊതുസഭയിൽ നിന്ന് വിട്ടുനിന്നു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള സഖ്യരാഷ്ട്രങ്ങൾ പലസ്തീനെ പിന്തുണച്ചത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും കനത്ത തിരിച്ചടിയാണ്. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇറ്റലിയിൽ 10,000-ങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ റാലി അരങ്ങേറി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവുമായി സർക്കാർ. കേരള മീഡിയ അക്കാദമിയാണ് സംഗമം സംഘടിപ്പിക്കുന്നത്. പലസ്തീൻ അംബാസിഡറെ മുഖ്യ അതിഥിയാക്കി ഈ മാസം 29-ന് തിരുവനന്തപുരത്താണ് പരിപാടികൾ. 30-ാം തീയതി മുഖ്യമന്ത്രി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു 24-നോട് പറഞ്ഞു. പലസ്തീൻ അംബാസിഡർ നേരിട്ട് പങ്കെടുക്കുന്നുണ്ടല്ലേ? പങ്കെടുക്കുന്നുണ്ട്. 29-ന് അദ്ദേഹം എത്തും. മീഡിയ അക്കാദമി ഒരു ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഫോട്ടോ എക്സിബിഷൻ്റെ ഉദ്ഘാടനം പലസ്തീൻ അംബാസഡറുടെ സാന്നിധ്യത്തിൽ അന്ന് നടക്കും. അതിനുശേഷം ഒരു ഐക്യദാർഢ്യ സമ്മേളനമുണ്ട്. 30-നാണ് CM പങ്കെടുത്തുകൊണ്ടുള്ള ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിലും പലസ്തീൻ അംബാസഡർ ഉണ്ടാകും. 1-ാം തീയതി അദ്ദേഹവുമായിട്ടൊരു ഇൻട്രാക്ഷൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വരുന്നത്. തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്ത BJP കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്ന് അന്വേഷണ റിപ്പോർട്ട്. അനുമതിയില്ലാതെ വായ്പ നൽകിയതിലൂടെയും താൽക്കാലിക നിയമനം നടത്തിയതിലൂടെയും കോടികളുടെ നഷ്ടമുണ്ടായി എന്ന് സഹകരണ വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. അതിനിടെ BJP നേതൃത്വത്തിനെതിരെ വലിയ വിള കൗൺസിലറുടെ ഭർത്താവ് പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. തിരുമല അനിൽ പ്രസിഡന്റായ ഫാം ടൂർ സഹകരണ സംഘത്തിൽ വ്യാപക ക്രമക്കേടെന്നാണ് സഹകരണ വകുപ്പ് 2 ആഴ്ച മുന്നേ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. അനാവശ്യ ഇടപെടലിലൂടെ സംഘത്തിന് കോടികളുടെ നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അനുമതിയില്ലാതെ C ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയതിൽ 2.5 കോടി രൂപ കുടിശ്ശികയായി. സഹകരണ വകുപ്പിന്റെ സർക്കുലർ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സംഘം പ്രവർത്തിച്ചു. ഇതിലൂടെ 14 ലക്ഷം രൂപ സംഘത്തിന് നഷ്ടം. ബാങ്കിൽ ഏജന്റുകളെ നിയമിച്ചതിലും കമ്മീഷൻ നൽകിയതിലും താൽക്കാലിക നിയമനം നടത്തിയതിലും 1 കോടി 18 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. അനുമതിയില്ലാതെ പൊതുഫണ്ട് നഷ്ടപ്പെടുത്തിയതുവഴി 12 ലക്ഷത്തിന്റെ ക്രമക്കേടുണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. നഷ്ടമായ തുക സംഘം സെക്രട്ടറിയിൽ നിന്നും ഭരണസമിതി അംഗങ്ങളിൽ നിന്നും പലിശ സഹിതം ഈടാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അന്വേഷണത്തിൽ ക്രമക്കേട് പുറത്തായതോടെ പ്രസിഡന്റ് അനിൽകുമാറിന് സമ്മർദ്ദം കൂടി. വായ്പ നൽകിയവരോട് പണം തിരികെ ചോദിച്ചു. ലഭ്യമാകാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് ഉയരുന്ന ആരോപണം. അതേസമയം അനിൽകുമാറിന്റെ ആത്മഹത്യയിൽ BJPക്കുള്ളിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. BJP വലിയവിള കൗൺസിലറുടെ ഭർത്താവ് സുനിൽകുമാർ നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്കിലൂടെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ ഭൗതിക ശരീരത്തിന് മുന്നിൽ നിന്ന് കരയാൻ ഉളുപ്പില്ലാത്തവരുണ്ടെന്നാണ് പോസ്റ്റ്. കാശിനു വേണ്ടി മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരെ തിരിച്ചറിയണമെന്നും FB പോസ്റ്റിലുണ്ട്. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. തൃശൂർ കുന്നംകുളത്ത് യുവാവിന്റെ ജീവനെടുത്ത വാഹനാപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. പെരുമ്പിലാവ് സ്വദേശി അക്ഷയാണ് മരിച്ചത്. ബൈക്കിൽ വരികയായിരുന്ന അക്ഷയെ ഓട്ടോറിക്ഷ ഇടിക്കുകയായിരുന്നു. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അശാസ്ത്രീയമായി മുന്നോട്ടെടുത്തതാണ് അപകടത്തിനിടയാക്കിയത്. അപകടത്തിന് ശേഷം 2 വാഹനങ്ങളും നിർത്താതെ പോയി. ആ ദൃശ്യങ്ങളിലേക്ക്.
സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് ഈ വാഹനങ്ങൾ നിർത്തിയില്ല, അല്ലെങ്കിൽ ആശുപത്രിയിലേക്കൊന്നും ആ യുവാവിനെ കൊണ്ടുപോകാൻ ഒരു ഇടപെടലും ഉണ്ടായില്ല. ഈ വാഹനങ്ങൾ പിന്നീട് കണ്ടെത്തിയിട്ടുണ്ടോ? വിജയകുമാർ, എന്തായാലും ഈ വാഹനങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷമാണ് തൃശൂർ ഏഴാംകല്ലിൽ ഈ വാഹനാപകടം നടക്കുന്നത്. റോഡിന്റെ ഇടത് സൈഡിൽ നിർത്തിയിട്ടിരുന്ന കാർ മുന്നോട്ടെടുക്കുന്നത് കാണാം. ഈ കാർ പെട്ടെന്ന് മുന്നോട്ടെടുക്കുമ്പോൾ പുറകിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷ ഈ കാറിൽ ഇടിക്കാതിരിക്കുന്നതിന് വേണ്ടി വെട്ടിക്കുന്നു. ഈ സമയത്താണ് മുന്നിൽ പോയിരുന്ന ബൈക്ക് യാത്രികനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ഈ ഓട്ടോറിക്ഷ നിർത്താതെ മുന്നോട്ട് പോവുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഈ അപകടത്തിന്റെ തുടക്കം കുറിച്ച കാർ ഡ്രൈവർ ആകട്ടെ യുവാവ് റോഡിൽ വീണു എന്നറിഞ്ഞിട്ടും ഈ വാഹനം നിർത്താതെ മുന്നോട്ടെടുത്ത് പോവുകയും ചെയ്തു. പക്ഷേ ഇതിനുശേഷം ഈ തൊട്ടു പിന്നാലെ വന്ന വാഹനങ്ങളടക്കം യുവാവ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടിട്ടും നിർത്താതെ മുന്നോട്ട് നീങ്ങുന്നതും കാണാം. ഏറെ നേരം റോഡിൽ കിടന്ന യുവാവിനെ പിന്നീട് അതുവഴി പോയ ആംബുലൻസ് ഡ്രൈവറാണ് രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഈ അക്ഷയ് മരിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 വാഹനങ്ങളും, അതായത് അപകടങ്ങൾക്കിടയാക്കിയ കാറും ഓട്ടോറിക്ഷയും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഇത് സംബന്ധിച്ച് പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പെരുമ്പിലാവ് സ്വദേശിയാണ് മരിച്ച അക്ഷയ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. വിജുകുമാർ. യെസ്, അതിദാരുണമായ സംഭവമാണ്. കുറേ സമയം ആ യുവാവ്, ആ ചെറുപ്പക്കാരൻ റോഡിൽ കിടന്നു. സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ആ വാഹനങ്ങളൊക്കെ നിർത്താതെ പോയി. അപകടമുണ്ടാക്കിയ വാഹനങ്ങളും നിർത്താതെ പോയി. അത് കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. സുരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കടയ്ക്കാവൂരിൽ തെരുവുനായ കുറുകച്ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചു. കടയ്ക്കാവൂർ SSPBHS 6ാം ക്ലാസ് വിദ്യാർത്ഥി സഖിയാണ് മരിച്ചത്. അപകടത്തിൽ കുട്ടിയുടെ അമ്മയ്ക്കും സാരമായ പരിക്കേറ്റു. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, അതിദാരുണമായ സംഭവമാണ് ഇന്ന് വൈകിട്ട് കടയ്ക്കാവൂരിൽ നടന്നത്. വൈകുന്നേരം ഈ സ്കൂളിൽ ഇന്ന് ഈ കുട്ടിയുടെ PTA മീറ്റിംഗ് ആയിരുന്നു. PTA മീറ്റിംഗ് കഴിഞ്ഞ് ഓട്ടോറിക്ഷയിൽ ഈ കുട്ടിയും അച്ഛനും അമ്മയും സഞ്ചരിക്കുമ്പോഴാണ് തെരുവുനായ കുറുകെ ചാടിയത്. ഈ തെരുവുനായ കുറുകെ ചാടിയതോടുകൂടി തന്നെ ഈ ഓട്ടോറിക്ഷ പെട്ടെന്ന് മറ്റൊരു സൈഡിലേക്ക് വെട്ടിച്ചപ്പോഴാണ് ഈ നിയന്ത്രണം തെറ്റി മറിഞ്ഞത്. ഈ അപകടത്തിലാണ് ഈ 6ാം ക്ലാസ്സുകാരി ഗുരുതരമായി പരിക്കേൽക്കുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തത്. അമ്മയ്ക്കും അച്ഛനും ഈ അപകടത്തിൽ സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3:30 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഓട്ടോറിക്ഷ ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് തെരുവുനായ എടുത്ത് ചാടിയത്. ഈ പരമാവധി ഇവിടെ നിന്ന് ഈ ഓട്ടോ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും ഈ നിയന്ത്രണം വിട്ടാണ് ഈ ഓട്ടോ മറിഞ്ഞത്. ഈ ആറ്റിങ്ങലിൽ മത്സ്യക്കച്ചവടം നടത്തുന്ന ആളാണ് ഈ മരിച്ച കുട്ടിയുടെ അച്ഛൻ. ഈ സ്കൂളിൽ അമ്മയുമായി PTA മീറ്റിംഗിന് പോയതാണ്. തുടർന്ന് അച്ഛൻ അവിടെ എത്തി അമ്മയെയും ഈ കുട്ടിയെയും ഒപ്പം കൂട്ടി ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകും വഴിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാവുകയും ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തത്. വിജയകുമാർ. തൃശൂർ ചേലക്കരയിൽ ആത്മഹത്യാശ്രമം. 6 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മേപ്പാടം കൊൽപ്പുറത്ത് വീട്ടിൽ അണ്ണിമയാണ് മരിച്ചത്. അമ്മ ശൈലജയും മകൻ 4 വയസ്സുള്ള അക്ഷയും ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശൈലജയുടെ ഭർത്താവ് പ്രദീപ് 2 ആഴ്ച മുൻപ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ആ കുട്ടിയുടെ അച്ഛൻ 2 ആഴ്ച മുമ്പേ മരണപ്പെട്ടു. ആ കുട്ടിയുടെ കുടുംബം അതിൽ അതീവ ദുഃഖിതരാണ്. പെട്ടെന്ന് തോന്നിയ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ അമ്മയും 2 മക്കളെയും കൂട്ടി അവർ വിഷം കഴിച്ചു. ആശുപത്രിയിലെത്തിയ ഉടനെ മൂത്ത കുട്ടി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അണിമ KP എന്ന കുട്ടി മരണപ്പെട്ടു. അമ്മയെയും കുട്ടിയെയും താഴെയുള്ള LKGയിൽ പഠിക്കുന്ന കുട്ടിയെയും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, അങ്ങേറ്റം ദാരുണമായ ഒരു വാർത്തയാണല്ലോ ചേലക്കരയിൽ നിന്ന് വരുന്നത്. എന്താണ് സംഭവിച്ചത് സൂരജ്? വിജയകുമാർ, എന്തായാലും ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഈ ചേലക്കരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. വീട് തുറക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇതോടുകൂടിയാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഈ വീട്ടിലെത്തി പരിശോധന നടത്തുന്നത്. ആ സമയത്താണ് ഈ വിഷം കഴിച്ച നിലയിൽ ഈ കുടുംബ അംഗങ്ങളെ കണ്ടെത്തുന്നത്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഈ 6 വയസ്സുകാരി മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചേലക്കര മേപ്പാടത്ത് കോൽപ്പുറത്താണ് ഇവർ താമസിച്ചു വന്നിരുന്നത്. ഇപ്പോൾ നിലവിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. മരിച്ചത് അനിമ എന്ന് പറയുന്ന 6 വയസ്സുകാരിയാണ്. അമ്മ
ശൈലജ, അതോടൊപ്പം തന്നെ സഹോദരനായിട്ടുള്ള 4 വയസ്സുള്ള അക്ഷയ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. ഈ ശൈലജയുടെ ഭർത്താവ് 2 ആഴ്ചയ്ക്ക് മുമ്പ് മരിച്ചിരുന്നു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മരിച്ച ഭർത്താവിന്റെ ചടങ്ങുകളടക്കം 16-ാം ദിവസമുള്ള ചടങ്ങുകളടക്കം കഴിഞ്ഞ ദിവസമാണ് ഈ പൂർത്തിയാക്കിയത്. അതിനുശേഷം കുടുംബം തീർത്തും വിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളടക്കം പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വാതിലടക്കം തുറക്കാത്ത സാഹചര്യത്തിൽ നാട്ടുകാരെത്തി പരിശോധന നടത്തുന്ന സമയത്താണ് ഈ വിഷം കഴിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. എന്തായാലും അമ്മയും മകനും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. വിജയകുമാർ. സുരത് സജിയാണ് വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. കേരളത്തിന്റെ അഭിമാനമായി ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാൽ ഏറ്റുവാങ്ങി. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പുരസ്കാരം സമ്മാനിച്ചു. 2023 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. Artistry that have profoundly shaped narrative cinema, inspired generations of artists, cemented his legacy as a cultural phenomena and a great master. മലയാളത്തിന് അഭിമാന നിമിഷം. രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര അംഗീകാരം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് മോഹൻലാൽ ഏറ്റുവാങ്ങി. This moment is not mine alone. It belongs to the entire Malayalam cinema fraternity. I see this award as a collective tribute to our industry, legacy, creativity and resilience. സഹനടിക്കും സഹനടനുമുള്ള അവാർഡുകൾ ഉർവശിയും വിജയരാഘവനും സ്വീകരിച്ചു. Through minimal gestures, anchoring the story's core and elevating its narrative in of rare poignancy, imbued with quiet power, subtle humor and profound. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്കിന്റെ സംവിധായകൻ ക്രിസ്റ്റോ ടോമി, പൂക്കാലം എന്ന സിനിമയിലൂടെ മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് നേടിയ മിഥുൻ മുരളി, നോൺ ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ MK രാംദാസ് തുടങ്ങിയവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ആനിമൽ സിനിമയുടെ റീ റെക്കോർഡിംഗിന് MR രാജകൃഷ്ണനും പ്രത്യേക പരാമർശത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ട ഷാറൂഖ് ഖാൻ, വിക്രാന്ത് മാസി എന്നിവരും മികച്ച നടിയായ റാണി മുഖർജിയും അവാർഡുകൾ സ്വീകരിച്ചു. श्रेष्ठ अभिनेत्री का पुरस्कार ग्रहण करते हुए रानी मुखर्जी, जिन्हें फिल्म मिसेस चैटर्जी वर्सेस नॉर्वे के लिए प्रदान किया. 24 ഡൽഹി. ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ വേദിയിൽ ശ്രദ്ധേയ സാന്നിധ്യമായി മോഹൻലാൽ. തന്റെ ആത്മാവിന്റെ സ്പന്ദനമാണ് സിനിമയെന്ന രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ചതിനു ശേഷം മോഹൻലാൽ പറഞ്ഞു. കേരളീയ വസ്ത്രത്തിൽ ഭാര്യ സുചിത്രയ്ക്കൊപ്പമാണ് മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയത്. എല്ലാ ക്രെഡിറ്റും പ്രേക്ഷകർക്ക്. പുരസ്കാരം മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തു പകരും. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് തൊട്ടു മുൻപ് മോഹൻലാലിന്റെ പ്രതികരണം 24നോട്. മലയാളികളോട് എന്താ പറയാനുള്ളത്? അങ്ങയുടെ ആരാധകരുണ്ട്, 24ന്റെ പ്രേക്ഷകരുണ്ട്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞു, ഈ ഓണർ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നിങ്ങളാണ് ഇതിന്റെ ഇത്രയും കാലം മോഹൻലാൽ എന്നൊരാളെ ഉണ്ടാക്കിയത്, നിലനിർത്തി പോകുന്നത്. സോ എല്ലാ ക്രെഡിറ്റും അവർക്കാണ്. വേദിയിലേക്ക് എത്തിയതിന് പിന്നാലെ സ്വാഗത പ്രാസംഗികന്റെ ലാലേട്ടൻ വിളി. And yet, in the hearts of millions, he has always remained Laletan. He shows us that cinema is not just performance, it's also humility and service. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ മലയാളത്തിലെ പ്രശംസയും നിറഞ്ഞ കയ്യടിയോടെ സദസ്സ് ഏറ്റെടുത്തു. Real OG മോഹൻലാൽ ജി के लिए തങ്ങളൊരു ഉഗ്രം ആക്ടറാണ്. True legend. Give a loud shout out. കംപ്ലീറ്റ് ആക്ടർ എന്ന് മോഹൻലാലിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രശംസിച്ചു. നാടകമായ കർണഭാരത്തെക്കുറിച്ചും രാഷ്ട്രപതിയുടെ പരാമർശം. और द कंप्लीट एक्टर की उनकी छवि बनी है. मुझे ये जानकर सुखद आश्चर्य हुआ है कि उन्होंने महाभारत के चरित्र कर्ण पर आधारित एक लंबे संस्कृत नाटक कर्णभारम में कर्ण भूमिका निभाई है. മലയാളികൾക്കും മലയാള സിനിമയ്ക്കും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്ന് മോഹൻലാൽ. മലയാളത്തിലും ഇംഗ്ലീഷിലുമായിരുന്നു വേദിയിൽ മോഹൻലാലിന്റെ പ്രസംഗം. As an actor and film personality, this honor strengthens my resolve. It deepens my commitment to cinema, and I pledge to continue my journey with renewed sincerity, passion and purpose. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമ. Cinema is the heartbeat of my soul. Jai Hind. പുരസ്കാര വിതരണത്തിന് ശേഷം
വേദിയിൽ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ പ്രദർശിപ്പിച്ചു. നാൽപ്പത്തിയേഴ് സംവത്സരങ്ങൾ അഭിനയകല കൊണ്ട് ഭാഷയ്ക്കതീതമായി കാഴ്ചക്കാരിൽ വിസ്മയം തീർത്ത മഹാനടൻ, മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ. രാജ്യത്തെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നിറവിൽ നിൽക്കുമ്പോൾ ഓരോ മലയാളിക്കും ഉണ്ടാകുന്ന അഭിമാനവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനം കടത്തുന്നതിന് പിന്നിൽ വൻ തട്ടിപ്പ് സംഘമെന്ന് കസ്റ്റംസ്. ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസികളുടെയും പേരുപയോഗിച്ചും വ്യാജരേഖ ചമച്ചുമാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതെന്നും പരിവാഹൻ വെബ്സൈറ്റിലും തിരിമറി നടത്തുന്നുണ്ടെന്നും കസ്റ്റംസ് കണ്ടെത്തി. ഓപ്പറേഷൻ നങ്ഘോഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ നടന്മാരായ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വാഹനങ്ങൾ പിടിച്ചെടുത്തു. നടന്മാരെ കസ്റ്റംസ് വിളിച്ചു വരുത്തും. ഭൂട്ടാനിൽ നിന്ന് 200ഓളം വാഹനങ്ങളാണ് കേരളത്തിലേക്ക് എത്തിയത്. 35 ഇടങ്ങളിൽ കസ്റ്റംസ് നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ പിടികൂടി. പരിശോധന നടത്തിയ സ്ഥലങ്ങളിൽ വൻ GST തട്ടിപ്പ് കണ്ടെത്തി. വില കൂടിയ വാഹനങ്ങൾ ഭൂട്ടാനിലെത്തിച്ച് പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതാണ് തട്ടിപ്പ് സംഘത്തിന്റെ രീതി. പരിവാഹൻ വെബ്സൈറ്റിലും കൃത്രിമം നടന്നിട്ടുണ്ട്. നടന്മാരായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. ദുൽഖർ സൽമാന്റെയും അമിത്തിന്റെയും വീടുകളിൽ നിന്ന് 2 വീതം വാഹനങ്ങൾ പിടിച്ചെടുത്തു. രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കസ്റ്റംസ് നിയമം അനുസരിച്ച് തുടർ നടപടി നേരിടേണ്ടി വരും. പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഇവിടെ ഫൈൻ അടച്ച് റെഗുലറൈസ് ചെയ്യാൻ പറ്റില്ല. അത് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. കസ്റ്റംസ് അഡ്ജുഡിക്കേഷനിലേക്ക് തന്നെ പോകണം. ഷോപ്പ് കോസ് കൊടുത്ത് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ വേണം. കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തട്ടിപ്പ് സംഘം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കും. ഈ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ഒരു സംഘം കേരളത്തിൽ നിന്നുള്ളതല്ല, കോയമ്പത്തൂർ ബേസ്ഡ് ആണ്. കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഘമാണ്. അവര് പൈസ ഒന്നുകിൽ അയച്ചു കൊടുക്കുകയോ കയ്യിൽ കൊണ്ടുപോവുകയോ ചെയ്ത് ഭൂട്ടാനിൽ പോയി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശം വന്നതിന് പിന്നാലെ വാർത്താ സമ്മേളനം കസ്റ്റംസ് കമ്മീഷണർ പാതി വഴിയിൽ നിർത്തി. കോഴിക്കോടും മലപ്പുറത്തും യൂസ്ഡ് കാർ ഷോറൂമുകളിലും വ്യവസായികളുടെ വീടുകളിലും നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ എയർ കാർഗോ കോംപ്ലക്സിലേക്ക് മാറ്റി തുടങ്ങി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. കസ്റ്റംസ് പരിശോധനയിൽ പ്രതികരിച്ച് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ തട്ടിപ്പിന് ഇരയായതാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇത്തരം തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളാണ്. കേരളത്തിന് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പുതിയ നിയമം അനുസരിച്ച് ഇത്തരം വാഹനങ്ങൾക്ക് എവിടെയും ഓടാമെന്നും KB ഗണേഷ് കുമാർ 24നോട് പറഞ്ഞു. ഇവരെല്ലാം കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, കേരളത്തിലെ ടാക്സ് അടച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത്. അത് നമുക്ക് മറ്റു കാര്യങ്ങൾ കസ്റ്റംസിനാരും നമുക്കറിയത്തില്ല. ഇവിടെ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ MVDക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ യാതൊരു മര്യാദയുമില്ലാതെ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ്, നാഗാലാൻഡ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രേഷൻ അത് തടയേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിന് കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കണം. ടാക്സ് വെട്ടിപ്പിൻ്റെ ഭാഗമായി ധാരാളം ബസ്സുകൾ, ലോറികൾ, ഇവിടെ നിങ്ങൾ തന്നെ എറണാകുളത്ത് നിന്ന് നോക്കിയാൽ പോകുന്ന ലോറിയെല്ലാം നാഗാലാൻഡ് രജിസ്ട്രേഷനാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടതായും കമ്മീഷണർ അറിയിച്ചു. ആവശ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പ്രതികരിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഡിസംബറിൽ പുതിയ ഭരണസമിതിയെ അധികാരത്തിലെത്തുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. തീയതി പിന്നീട് പ്രഖ്യാപിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഡിസംബർ 20 മുമ്പായി ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. വോട്ടർ ലിസ്റ്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു വട്ടം കൂടി പുതുക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് ആശങ്കയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതേ അവസരത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടേണ്ടവരാണ്. അത് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാകാത്ത തരത്തിൽ SIRൻ്റെ തീയതികൾ നിശ്ചയിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ഇന്നലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് നൽകിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണം മാറ്റിവെച്ചേക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുകൂല തീരുമാനമെടുത്തായാണ് സൂചന. ഉചിതമായിട്ടുള്ള തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ എടുക്കുന്നതായിരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതിനുള്ള നറുക്കെടുപ്പ് ഒക്ടോബർ 13 മുതൽ 21 വരെ നടക്കും. പട്ടികജാതി, പട്ടികവർഗ, വനിതാ സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പാണ് നടക്കുക. 24 തിരുവനന്തപുരം.
കൊല്ലം കണ്ണനെല്ലൂരിൽ പോലീസ് അനധികൃത കസ്റ്റഡിയിൽ വെച്ച വയോധികനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വെന്റിലേറ്ററിൽ. നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെയാണ് കണ്ണനെല്ലൂർ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണതിന് പിന്നാലെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ചെക്ക് കേസിൽ ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. ബിലീവേഴ്സ് ചർച്ച് സഭാധ്യക്ഷനായിരുന്ന KP യോഹന്നാന്റെ സഹോദരനാണ് KP പുന്നൂസ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയാണ് കോട്ടയത്തെ ആനന്ദ ഹോട്ടലിൽ നിന്ന് KP പുന്നൂസിനെ കണ്ണനെല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നാലെ പരാതിക്കാരന് 10 ലക്ഷം രൂപ നൽകിയാൽ ജാമ്യം നൽകാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി KP പുന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ 24നോട് പറഞ്ഞു. പോകുന്ന വഴി രണ്ടേ കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ് എന്നാണ് പേര് പറഞ്ഞത്. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചു. കസ്റ്റഡിയിലെടുത്ത KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കോടതിയിൽ ഹാജരാക്കിയില്ല. ഞായറാഴ്ച വൈകിട്ടോടെ പോലീസ് സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീണ KP പുന്നൂസിനെ ഒടുവിൽ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിലായ KP പുന്നൂസ് നിലവിൽ വെന്റിലേറ്ററിലാണ്. സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും KP പുന്നൂസ് ആശുപത്രിയിലാണെന്നും കണ്ണനെല്ലൂർ SHO. അതേസമയം KP പുന്നൂസിനെ അന്യായമായി പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് കാട്ടി കൊട്ടാരക്കര JFMC കോടതിയിൽ നൽകിയ ഹർജി നാളെ കോടതി പരിഗണിക്കും. ആന്റിസിപ്പേറ്ററി ബെയിൽ നിലനിൽക്കെയാണ് ഈ ക്രൂരമായ സംഗതി നടന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമാണ്. കോടതി കൂടുതൽ വിശദമായ വാദത്തിലേക്കായിട്ട് ഈ കേസ് നാളത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. ചെക്ക് കേസിൽ KP പുന്നൂസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അരുൺ രാജ്, 24 കൊല്ലം. മലപ്പുറം തിരൂർ മംഗലത്ത് തെരുവുനായ ആക്രമണത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. വളമരുതൂർ ഭാഗത്താണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചില പ്രതികരണങ്ങൾ. വളമരുതൂർ അങ്ങാടിയിൽ നായ്ക്കളെ ഭയങ്കര ശല്യമുണ്ട്. പണിക്കാർ വരുമ്പോഴൊക്കെ ഓടിയെത്തി കടിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് 7 പേരായിട്ട് കടിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ വാളൂരുള്ള തന്നെയാണ്. ഒരു കറുപ്പ് നായി എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ അവർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പെട്ടെന്ന് നായ കടിച്ചുകൊണ്ട് വന്നതാണ്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഈ മേഖലയിൽ തുടർച്ചയായി ഇങ്ങനെ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു. അത്ര വ്യക്തമല്ലായിരുന്നു എങ്കിലും ആ മേഖലയിൽ തെരുവ് നായ ആക്രമണം ഒരു സ്ഥിരം സംഭവമാണോ? ഇന്നെന്താണ് സംഭവിച്ചത്? വിജയകുമാർ, തെരുവുനായ ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ് വളമരുതൂർ എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളമരുതൂർ ദുർഗാക്ഷേത്രത്തിന് സമീപമാണ് ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടി തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 6 പേരെയാണ് തെരുവുനായ ആക്രമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷേത്രത്തിലെ പൂജാരി അഭിലാഷ്, പ്രജീഷ്, നിറൻ, കൊൽക്കത്ത സ്വദേശി സുരാജ്, ഒപ്പം തന്നെ അജയൻ തുടങ്ങിയ ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ക്ഷേത്ര പൂജാരി ക്ഷേത്രം നട അടച്ചതിനു ശേഷം വീട്ടിലേക്ക് പോകാനായി സ്കൂട്ടറിൽ കയറുന്ന സമയത്ത് വന്ന് തെരുവുനായ ആക്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കൊൽക്കത്ത സ്വദേശിയുടെ പരിക്ക് സാരമുള്ളതാണ് എന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ പരിക്കേറ്റവർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വാളമരുതൂർ ഭാഗത്ത് ആക്രമണം അത് അവിടെ സ്ഥിരം സംഭവമാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആരും അതിൽ ഒരു ഇടപെടലും നടത്തുന്നില്ല എന്ന വിമർശനവും ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. നൃത്താധ്യാപകൻ തിരുവനന്തപുരം വെള്ളായണി സ്വദേശി മഹേഷിന്റെ മരണത്തിൽ വഴിത്തിരിവ്. മഹേഷ് ചികിത്സയിൽ കഴിയവേ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലെ ജീവനക്കാർ ക്രൂരമായി മർദ്ദിച്ചു എന്ന് കുടുംബം ആരോപിച്ചു. മഹേഷിന്റെ ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. കഴിഞ്ഞ മാസം 12-നായിരുന്നു തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ വെച്ച് നൃത്ത അധ്യാപകനായ മഹേഷിന്റെ മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടെ കാര്യങ്ങൾ മാറി. മരണം ശ്വാസകോശത്തിൽ രക്തം നിറഞ്ഞതിനെ തുടർന്നാണ്. ശരീരത്തിൽ 20-ലധികം ആഴത്തിലുള്ള മുറിവുകളും ചതവുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മാനസിക വെല്ലുവിളിയെ തുടർന്ന് 7-ാം തീയതി ആശുപത്രിയിൽ എത്തിച്ച ശേഷം തുടർച്ചയായി 2 ദിവസം മഹേഷിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ബന്ധുക്കൾ. ഞങ്ങളകത്ത് നിർത്തിയില്ല. അവൻ്റെ സൗണ്ട് പോലും ഞങ്ങൾക്ക് വെളിയിൽ കേൾക്കാൻ പറ്റിയില്ല. 2 കൈയും കാലും കെട്ടിയിട്ടില്ല. നോക്കിയപ്പം കവിളിൻ്റെ അവിടെ അങ്ങ് നീരിയേറി, നെഞ്ചിൻ്റെ അവിടെ, കഴുത്തിൻ്റെ അവിടെയൊക്കെ, ആ മടക്കിൻ്റെ അവിടെയൊക്കെ അങ്ങ് ഭയങ്കര പ്രശ്നം. മർദ്ദിച്ച കാര്യം ചികിത്സിച്ച ഡോക്ടറെ മഹേഷിന്റെ സഹോദരി ഫോണിൽ വിളിച്ചറിയിച്ചു. ഇന്ന് വന്നവര് ഇന്നലെ വന്ന അതേ ആള് തന്നെയാണ് വന്നത്. ഇന്നലത്തേനേക്കാളും വളരെ മൃഗീയമായിട്ടാണ് ഇന്ന് അവനെ അടിച്ചത്. സിസ്റ്റർമാരും കൂടെ ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകളുണ്ടെങ്കിലും പോലീസ് അന്വേഷിക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്.
എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്ന ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നിലപാട്. മഹേഷിനെ മർദ്ദിച്ചെന്ന ആരോപണം ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രി അധികൃതർ തള്ളി. മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിലിരിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ ഗുരുതരമായ മുറിവുകളിൽ കൃത്യമായി സൂചനയുണ്ട് എന്താണ് മരണകാരണമെന്ന്. അന്വേഷണം നടക്കട്ടെ. ക്യാമറാമാൻ രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. പ്രിയ ഗായകൻ സുബിൻ ഗാർഗിന് വിട നൽകി അസം. ആയിരങ്ങളെ സാക്ഷിയാക്കി സോനാപൂരിലെ കാമർകുച്ചിയിലായിരുന്നു സംസ്കാരം. മരണത്തിൽ സംശയമുയർന്നതിനെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമായിരുന്നു സംസ്കാരം നടത്തിയത്. സ്വന്തം സംഗീത രാജാവിന് കണ്ണീരോടെ വിട പറഞ്ഞ് അസം. രാവിലെ അർജുൻ ഭോഗേശ്വർ സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന പൊതുദർശനത്തിൽ പ്രമുഖരടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ശേഷം വിലാപയാത്രയായി മൃതദേഹം കാമർകുച്ചിയിലെത്തിച്ചു. രാജ്യാന്തര തലത്തിൽ ആരാധകരെ സ്വന്തമാക്കിയിരുന്ന സുബീൻ അസം സംഗീത ലോകത്തിന് ആധുനിക മുഖം നൽകുന്നതിൽ മുൻപന്തിയിലായിരുന്നു. 40 ഭാഷകളിലായി 35,000-ലധികം പാട്ടുകൾ പാടി അസമീസ് സംഗീത ലോകത്തിന് പുറത്തും സുബീൻ തന്റെ മുദ്ര പതിപ്പിച്ചു. ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് സ്വതന്ത്ര ആൽബങ്ങളിലേക്ക്, ലൈവ് കൺസർട്ടുകളിൽ നിന്ന് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് സുബീൻ തന്റെ കഴിവുകളാൽ എല്ലാ തലമുറയും സ്പർശിച്ചു. സെപ്റ്റംബർ 19 സിംഗപ്പൂരിലാണ് സുബീൻ മുങ്ങി മരിക്കുന്നത്. മരണത്തിൽ സംശയമുയർന്നതിനെ തുടർന്നാണ് രാവിലെ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. നീന്തുന്നതിനിടെ അപസ്മാരമുണ്ടായതാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ട്. മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ വൻ ജനാവലിയാണ് പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഗുവാഹത്തിയിലേക്ക് ഒഴുകിയത്. സുബീൻ ഗാർഗിന്റെ പാട്ടുകൾ ഇനി തലമുറകൾക്കായി അസം സംഗീതത്തിന്റെ ആത്മാവായി നിലകൊള്ളും. 24 ഡൽഹി. CPI പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധി സംബന്ധിച്ച ഭിന്നത രൂക്ഷം. ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകരുതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള ഘടകം. രാജയ്ക്ക് പിന്തുണയുമായി ബീഹാർ, UP ഘടകങ്ങൾ രംഗത്തുണ്ട്. പാർട്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ 75 വയസ്സ് പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കണമെന്നും ആർക്കും ഇളവ് നൽകേണ്ടതില്ല എന്നുമാണ് കേരള ഘടകത്തിന്റെ നിലപാട്. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അമർജിത് കൗറിനാണ് കേരളത്തിന്റെ പിന്തുണ. ഡി രാജയ്ക്ക് പ്രത്യേക ഇളവ് നൽകണമെന്നാണ് ബീഹാർ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് ഘടകങ്ങളുടെ നിലപാട്. നേതൃത്വം തുടർച്ചയായി മാറുന്നത് പ്രതിസന്ധിക്ക് ഇടയാക്കുമെന്നും ഇത്തവണ ഒരു ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുത്ത് ഘട്ടം ഘട്ടമായി നേതൃമാറ്റമാകാം എന്നുമാണ് നിർദ്ദേശം. ദേശീയ സെക്രട്ടേറിയറ്റിൽ രാജയ്ക്കാണ് ഭൂരിപക്ഷം. എന്നാൽ ദേശീയ എക്സിക്യൂട്ടീവിന്റെ നിലപാട് നിർണായകമാകും. രാഷ്ട്രീയ പ്രമേയത്തിലെ ചർച്ചയിൽ കേരളത്തിൽ നിന്നും അജിത് കോളോടി സംസാരിച്ചു. ഇന്ത്യ സഖ്യത്തിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച CPI പല ഘട്ടങ്ങളിൽ അവഗണിക്കപ്പെട്ടെന്ന് ചർച്ചയിൽ വിമർശനമുയർന്നു. കോൺഗ്രസിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണ് BJPയെ ഭരണത്തിലെത്തിച്ചത്. സാമ്പത്തിക അസമത്വത്തിനെതിരെ പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തണമെന്നും ചർച്ചയിൽ നിർദ്ദേശമുണ്ട്. ജനറൽ സെക്രട്ടറി ഡി രാജയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള അനൗപചാരിക ചർച്ചകളാണ് പാർട്ടി കോൺഗ്രസിനിടെ നടക്കുന്നത്. എന്നാൽ സംഘടനാ റിപ്പോർട്ടിലെ ചർച്ചയ്ക്കിടെ തുറന്ന വിമർശനം ഉയരുമോ എന്നുള്ളതും ഏറെ നിർണായകമാകും. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന യോഗത്തിൽ പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും. എറണാകുളം ജില്ലയിലെ ലീഗിലെ ഭിന്നതയാണ് ബഹളത്തിന് കാരണമായത്. അഹമ്മദ് കബീർ വിഭാഗമാണ് യോഗത്തിൽ എതിർപ്പ് ഉയർത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.